അമ്മയിലൊരു തെരഞ്ഞെടുപ്പ് വരുന്നു, മോഹൻലാൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ മറ്റ് സ്ഥാനങ്ങളിലേക്കൊക്കെ വലിയ മാശിയേറിയ മത്സരം നടക്കുന്നുണ്ട്. എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുക? മോഹൻലാൽ ഇതിനകത്തൊരു അനിഷേധ്യ നേതാവ് തന്നെയാണ്, അതിനകത്തേക്ക് ആവശ്യമാണ്. മോഹൻലാൽ ഇത്തവണ വന്നിട്ട് നിൽക്കാൻ താല്പര്യമില്ലാതെ അദ്ദേഹത്തിനെ നിർബന്ധിച്ചില്ല. കാരണം മോഹൻലാൽ വേണം തീർച്ചയായിട്ടും തലപ്പത്ത്. അത് നമുക്കെന്താ പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും 44 വർഷത്തോളം കൂടുതലായിട്ട് ഇൻഡസ്ട്രി അറിയാവുന്ന, ഇൻഡസ്ട്രിയിൽ വോയിസ് ഉള്ള ഇവർ നിൽക്കുമ്പോഴാണ് വന്ന് മറ്റുള്ളവർക്ക് പുതുതായിട്ടുള്ള വരുന്നവർക്ക് വന്നിട്ട് ഒരുപാട് കോൺഫിഡൻസ് തരിക. ഇടവേള ബാബുവിൻ്റെ ഒരു മാറ്റം സംഘടനയെ ബാധിക്കുമോ, അല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ട് പുതിയ ഒരാൾ വരുമ്പോൾ പോസിറ്റീവായിട്ട് ഗുണം ചെയ്യും? ഇടവേള ബാബുവിനെ സംബന്ധിച്ചോളം മാറിയത് എനിക്ക് ആശങ്കയുണ്ട്, പലർക്കും ആശങ്കയുള്ളവരെ എനിക്കറിയാം വന്നിട്ടില്ല. കാരണം ഏത് സമയത്തും വിളിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു ബാബു എന്നുള്ളതുണ്ടായിരുന്നു. കാരണം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് വരുന്നത്, അല്ലാതെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ അവർ വരുന്നത്. ഒരു തലമുറ മാറ്റം ആവശ്യമെന്ന് തോന്നുന്നുണ്ടോ? ടോവിനോ, പൃഥ്വിരാജ്, അതേപോലെ വർക്ക് ചെയ്യാൻ ഇന്ദ്രിയത്തൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ. കുഞ്ചാക്കോ ബോബൻ, ദുൽഖർ സൽമാൻ, നിവിൻ പോളി, സിനിമയിൽ വളരെ സജീവവും വളരെ സ്റ്റാറുമായിട്ടുള്ള ആൾക്കാർ, മനസ്സിലായിട്ടില്ലേ? ലൈക്ക് അവർക്ക് വോയിസ് ഉള്ളവർ അവർ വേണം. അടുത്ത കാലങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാർ വരും. സിദ്ദിഖിനെതിരെ മത്സരിക്കുന്ന കുറച്ച് ആളുകൾ എന്ന രീതിയിലേക്കൊരു ചർച്ചകൾ വരുന്നുണ്ടല്ലോ. കുക്കു പരമേശ്വരൻ ഇതിനകത്തേക്ക് പ്രവർത്തകത്തെ ചെയ്യാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. ഈ 3 പേര് നിൽക്കട്ടെ. ഈ 3 പേരിലും ഡെഫിനറ്റായിട്ട് വന്നിട്ടുള്ളതിനകത്തേക്ക് ആൾക്കാർക്ക് തോന്നുകയാണ് ആരാണ് തങ്ങളുടെ ജനറൽ സെക്രട്ടറി ആവാനായിട്ട് അനുയോജ്യം എന്നുള്ളവരെ തിരഞ്ഞെടുക്കട്ടെ. ഔദ്യോഗിക പക്ഷ സ്ഥാനാർത്ഥി, എതിർ സ്ഥാനാർത്ഥി, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടോ ഇത്തവണ ഈ ജനറൽ സെക്രട്ടറി? തീർച്ചയായിട്ടും അങ്ങനെയില്ല. കാരണം ഇത്തവണ മോഹൻലാൽ വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാടെടുത്തു. അത് വളരെ ഗുണം ചെയ്യുകയാണ് ശരിക്കും. WCCന്റെ പ്രതിഷേധങ്ങളും നിലപാടുകളും ഒക്കെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമോ? അല്ല, WCCക്ക് അവരുടേതായ അവകാശമുണ്ട്, അവർക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്. അതിനെ എനിക്ക് എതിർക്കാനുള്ള കാര്യമില്ല, ഞാൻ എതിർക്കുകയില്ല. യഥാർത്ഥത്തിൽ ഞാൻ അതിന് അവർക്ക് അവരുടേതായ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പറയാനൊരു സംഘടന ഉള്ളത് വന്നിട്ട് വളരെ നല്ലതാണ്. സിദ്ദിഖ് ദിലീപിനൊക്കെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചതാണ്. അപ്പം അത് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ഇതായി പ്രതിഫലിക്കുമോ? അങ്ങനെ ഒരു ചിന്ത വരുമോ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്? യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ ചിന്തിച്ചിരുന്നില്ല. ഞാൻ സിദ്ദിഖിനെ എൻ്റെ ഒരു സഹപ്രവർത്തകനായിട്ട് മാത്രമാണ് ഞാൻ കണ്ടേക്കണേ. സിദ്ദിഖിൻ്റേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവാം. അയാൾക്ക് അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അതിജീവിതയുടെ വിഷയത്തിൽ ഞാൻ എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വൈരാഗികളൊന്നും ആയിട്ടില്ല. അതിജീവിതയ്ക്ക് വന്നിട്ട് ന്യായം കിട്ടേണ്ടതാണ്, അത് മസ്റ്റാണ്. എനിക്ക് തോന്നണില്ല മോഹൻലാൽ ചെയർമാനായിരിക്കുന്നിടത്തോളം കാലം അതിജീവിതയ്ക്കെതിരായിട്ട് കാരണം അങ്ങനെ ഒരു വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെയൊന്നുമുള്ളൊരു തീരുമാനമൊന്നും ലാലെടുക്കില്ല. ക്യാമറമാൻ സുജോയ് വേടിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.